നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ആര് നേടും? കഴിഞ്ഞ തവണ അത് കിലിയൻ എംബാപ്പയ്ക്കായിരുന്നല്ലോ. ഇത്തവണ അതാര് സ്വന്തമാക്കുമെന്നതാണ് ചോദ്യം. ഏതായാലും ഇത്തവണ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇംഗ്ലീഷ് മാധ്യമം BBC തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ അതും നോക്കിയാണ് ആരൊക്കെയാണെന്ന്. ഒന്ന് കിലിയൻ എംബാപ്പയാണ്, കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ബൂട്ട് വിന്നർ. ഫ്രഞ്ച് സൂപ്പർ താരം ഇത്തവണയും മിന്നും ഫോമിലാണ്. പിച്ചിച്ചി ട്രോഫിയൊക്കെ നേടിയിട്ടുള്ള വരവാണ്. ആ മികവ് അദ്ദേഹം തുടരുമോ എന്നതാണ് ഇനി വേൾഡ് കപ്പിൽ അറിയേണ്ടത്. ചാമ്പ്യൻസ് ലീഗിൽ അടക്കം പൊളിച്ചടുക്കി വരുന്ന വരവാണ്. കാരണം ഗോളടിച്ചതിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നാമത് എംബാപ്പയാണ്. ദെൻ ഹാരി കെയ്ൻ അടുത്തയാൾ, ഈ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് കണ്ടൻഡറായിട്ടുള്ള അടുത്തയാളായിട്ട് BBC കാണുന്ന ഹാരി കെയ്നെയാണ്. ഇപ്പോൾ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ള വരവാണ്. 60-ലധികം ഗോളുകൾ ഈ സീസണിൽ നേടി. അതേ ഫോം വേൾഡ് കപ്പിൽ തുടർന്നാൽ ഇംഗ്ലണ്ട് ബഹുദൂരം മുന്നോട്ട് പോകും. ദെൻ ലയണൽ മെസ്സി, 39 വയസ്സാവും മെസ്സിക്ക് വേൾഡ് കപ്പിന് ഇടക്ക്. അപ്പോഴും അദ്ദേഹം വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയേക്കും എന്ന് BBC പ്രവചിക്കുകയാണ്. അപ്പോൾ നോക്കുക, അദ്ദേഹം ഗോൾഡൻ ബൂട്ട് നേടിയാൽ പിന്നെ ക്ലോസയുടെ റെക്കോർഡൊക്കെ അങ്ങ് പറത്തും. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമാവും. ദെൻ ലാമിനെ യമാൽ, യുവതാരം, 18കാരൻ പയ്യൻ ഇപ്പോഴും പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ മറ്റാരെയും അത്ഭുതപ്പെടുത്തുകയാണ്. സോ ഗോളും അസിസ്റ്റും ഒക്കെ ആയിട്ട് അവൻ മിന്നിക്കത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്പെയിനുകാരുള്ളത്. ഏതായാലും അവനും ഗോൾഡൻ ബൂട്ട് സാധ്യതയുണ്ടെന്നാണ് BBC കണക്കാക്കുന്നത്. എർലിംഗ് ഹാലൻഡ്, നോർവേയുടെ സൂപ്പർ താരം. നോർവേ എത്ര ദൂരം എന്നൊരു ചോദ്യമാണ്. പക്ഷേ ഹാലൻഡിനും ഗോൾഡൻ ബൂട്ടിന് സാധ്യതയുണ്ട്. പണ്ട് നമുക്കറിയില്ല, 94 വേൾഡ് കപ്പ് നോക്കിയാൽ മതി. റഷ്യയൊക്കെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടാണ് അന്ന് ഗോൾഡൻ ബൂട്ട് അവരുടെ താരങ്ങളിൽ ഒരാൾ കൊണ്ടുപോയത്. അന്ന് ഷെയ്ഡായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത്. അപ്പോൾ ഒരുപാട് ദൂരം പോകണമെന്നില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളികളിൽ ഗോൾ വർഷം നടത്തിയാലും ചിലപ്പോൾ ഗോൾഡൻ ബൂട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കും. സോ എർലിംഗ് ഹാലൻഡ് ലിസ്റ്റിലുണ്ട്. ദെൻ ക്രിസ്ത്യാനോ റൊണാൾഡോ, 41 വയസ്സുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ആർക്കും അദ്ദേഹത്തെ എഴുതിത്തള്ളാൻ പറ്റില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം ഇപ്പോഴും വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടാവുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. ദെൻ വിനി ജൂനിയർ, ഇപ്പോൾ ഈ സീസണിൽ മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ കോച്ചായതിനു ശേഷം ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ബ്രസീൽ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളതും വിനിയാണ്. അത് മറക്കണ്ട. അപ്പോൾ വേൾഡ് കപ്പിൽ വിനി അദ്ദേഹത്തിൻ്റെ പീക്ക് ഫോമിൽ കളിച്ചാൽ സാധ്യതയില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ഒസ്മാൻ ഡെംബലെ, ഫ്രഞ്ച് സൂപ്പർ താരം, PSG വേണ്ടിയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അതേ ഫോം വേൾഡ് കപ്പിലേക്കും കൊണ്ടുപോയാൽ നല്ല സാധ്യതയുണ്ട്. നിലവിൽ ബാലൻ ഡി ഓർ വിന്നറാണെന്ന് ആരും മറക്കണ്ട. ലൗറ്ററോ മാർട്ടീനസ്, പരിക്കേറ്റ് ബുദ്ധിമുട്ടിയൊരു സീസണായിട്ട് പോലും സീരിയയിലെ ടോപ്പ് സ്കോറർ ആരായിരുന്നു? അതാണ് ലൗട്രോക്ക് ഫസ്റ്റ് ലെവലിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് അവസരം കിട്ടുമെന്നുള്ള സംശയമുണ്ട്. എന്നാൽ പോലും ലൗട്രോ ഈ ലിസ്റ്റിൽ വരുന്നു. അപ്പം ഹുലിയൻ അൽവാരസും അദ്ദേഹത്തിൻ്റെ സഹതാരം, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം ഹുലിയൻ അൽവാരസും ഈ ലിസ്റ്റിൽ വരുന്നു. ഈ താരങ്ങളെയാണിപ്പോൾ ഏറ്റവും അധികം വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള കളിക്കാരായിട്ട് BBC കാണുന്നത്. പിന്നെ സർപ്രൈസ് കാൻഡിഡേറ്റ്സ് ആരെങ്കിലുമൊക്കെ ഉയർന്നു വരാം. വേൾഡ് കപ്പ് ഗോൾഡൻ ബൂട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രതീക്ഷിക്കാത്ത താരങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയുള്ളവരായിട്ട് കുറച്ച് ലിസ്റ്റ് കൂടി BBC നൽകുന്നുണ്ട്. അതൊന്ന് മൈക്കൽ ഓയർസബാലാണ്, സ്പെയിനിൻ്റെ താരം. മറ്റൊന്ന് സ്വീഡൻ്റെ അലക്സാണ്ടർ ഐസക്കാണ്. അതോടൊപ്പം തന്നെ സ്വീഡൻ്റെ വിക്ടർ ഗ്യോക്കഡസ്, ബ്രസീലിൻ്റെ റാഫിഞ്ഞ, ബ്രസീലിൻ്റെ ഇഗോർ തിയാഗോ, ഫ്രാൻസിൻ്റെ മൈക്കൽ ഒലീസെ, ബെൽജിയത്തിൻ്റെ റൊമേലോ ലുക്കാക്കു എന്നിവർക്കും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.